الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا സദഖല്ലാഹുൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും നമ്മെയും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനുമായ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ നാം എപ്പോഴും ജീവിതത്തിൽ പാലിക്കണമെന്നും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിലേക്ക് നാം ഏത് നിമിഷവും തിരിച്ചു പോകേണ്ടി വരും. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നാം ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്ത നാം നിലനിർത്താൻ ശ്രമിക്കണം. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യർ വ്യത്യസ്ത അഭിപ്രായമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആളുകൾക്കിടയിൽ പലപ്പോഴും കടന്നു വരാം. പക്ഷെ മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലുള്ള പരിഹാരം എന്താണ് എന്നത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കണം. ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി നിങ്ങൾക്കിടയിൽ വല്ല തർക്കങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ തീരുമാനത്തിന് വേണ്ടി നിങ്ങൾ ആ പ്രശ്നത്തെ മാറ്റുരച്ച് നോക്കേണ്ടത്, മടക്കേണ്ടത് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അള്ളാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കുക എന്നാണ്. റസൂലിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിനോട് ചെന്ന് ചോദിക്കാം. റസൂലിന്റെ മരണശേഷം റസൂലിന്റെ സുന്നത്ത് അഥവാ ഹദീസ്, പ്രവാചകൻ 23 വർഷക്കാലം പറഞ്ഞതും പ്രവർത്തിച്ചതും അംഗീകരിച്ചതുമായ കാര്യങ്ങളുണ്ട്. അതിൽ അക്കാര്യം പരിശോധിക്കുക എന്നാണ്. അതാണ് ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ദാലിക ഖൈറും വഅഹ്സനു തഅ്വീല, അതാണ് ഏറ്റവും നല്ലത്. അതിൽ നിന്ന് കിട്ടുന്ന വ്യാഖ്യാനമാണ്, വിശദീകരണമാണ് ഏറ്റവും നല്ലത് എന്ന്. ഇതിവിടെ സൂചിപ്പിക്കുന്നത്
നമ്മുടെ രാജ്യത്ത് വിവാദങ്ങൾക്കൊട്ടും കുറവുണ്ടാവാറില്ല. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തെ ഒരു പ്രമുഖ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയോട് ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, മക്കയിലും മദീനയിലും ഒക്കെയുള്ള പള്ളികളിൽ കാലാകാലങ്ങളിലായി പെണ്ണുങ്ങൾ പള്ളിക്കുള്ളിൽ തന്നെ കയറി നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്താണ് പെണ്ണുങ്ങളെ പള്ളിക്കകത്ത് പ്രവേശിപ്പിക്കാത്തത് ചില സ്ഥലങ്ങളിൽ എന്ന് ചോദിച്ചപ്പോൾ വളരെ സത്യസന്ധമായി ആ പെൺകുട്ടി പറഞ്ഞ മറുപടി, അള്ളാഹുവിന്റെ ഖുർആനിലോ അല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസിലോ ഒന്നും മുസ്ലിം സ്ത്രീക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ചില സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നത് ചില ആളുകൾ ഉണ്ടാക്കിയതാണ്. അത് കാലക്രമേണ അതിൽ മാറ്റം വരികയും ചെയ്യും എന്നാണ് ആ പെൺകുട്ടി വളരെ സത്യസന്ധമായ രീതിയിൽ മറുപടി പറഞ്ഞത്. അപ്പോൾ ആ പെൺകുട്ടിക്കെതിരെയുള്ള ആക്രമണങ്ങളായി പിന്നീട് സോഷ്യൽ മീഡിയയിലും അല്ലാത്തിടത്തുമൊക്കെ. അവസാനം ആ പെൺകുട്ടിയുടെ പിതാവിന് പറയേണ്ടി വന്നു, അത് അധികമൊന്നും പഠിക്കാത്ത പക്വതയില്ലാത്തൊരു കുട്ടിയുടെ അഭിപ്രായം മാത്രമാണ് എന്നുള്ള രീതിയിൽ ഒരു വിശദീകരണം നൽകേണ്ടി വരികയും ചെയ്യും. സത്യത്തിൽ ആ പെൺകുട്ടി പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം ചില ആളുകൾ സൃഷ്ടിച്ച ചില സംഗതികളാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് അനുഭവം കൊണ്ടാണ് പറയുന്നത്. മുസ്ലിം സ്ത്രീ വിദ്യാഭ്യാസം നേടരുത് എന്ന് പോലും പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഏറ്റവും വലിയ മതസംഘടനയാണ് കേരളത്തിലെന്ന് അവകാശപ്പെടുന്ന ആളുകൾ നടത്തിയ ഒരു സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾ എഴുതാൻ പഠിക്കാൻ പാടില്ല, അത് കറാഹത്താണ് എന്ന. ആ പ്രമേയം ഇന്നും പിൻവലിച്ചിട്ടില്ല. പക്ഷേ ആളുകളൊക്കെ മാറിയല്ലോ. ഇംഗ്ലീഷ് ഭാഷക്കെതിരെ ശുദ്ധമായ മലയാളം സംസാരിക്കുന്നതിന് എതിരെയൊക്കെ ഒരു കാലഘട്ടത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ കാലക്രമേണ അതെല്ലാം മാറി. അതേപോലെ തന്നെ പള്ളിയിൽ സ്ത്രീക്ക് കയറി നമസ്കരിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് എന്നുള്ള യഥാർത്ഥ കാഴ്ചപ്പാടിലേക്ക് ഭാവിയിൽ വരും എന്നതിൻ്റെ സൂചനയാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കും സ്ത്രീകൾക്ക്, യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ് എന്നുള്ളൊരു ബോർഡ് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിർമ്മിക്കുന്ന പള്ളികളോടനുബന്ധിച്ചൊക്കെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കുന്നിടത്തേക്കെങ്കിലും സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ ഒരു മുസ്ലിം സ്ത്രീക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഖുർആനും സുന്നത്തും നാം പരിശോധിക്കേണ്ടത്. ഇസ്ലാം ഒരിക്കലും മുസ്ലിം സ്ത്രീയെ പള്ളിയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം പുരുഷന്മാരെ പോലെ നിർബന്ധമായും അവർ സ്ത്രീ പള്ളിക്കകത്ത് ഒന്നാണ് നമസ്കരിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. സ്ത്രീക്ക് വേണമെങ്കിൽ പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ അത് പുണ്യമുള്ള കാര്യമാണ് എന്നും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എന്ന് തന്നെയാണ് എന്നുള്ളതുമാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷെ പുരുഷന്മാരെ പോലെ അത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ ഇവിടെ ഒരു വിഭാഗം പറയുന്നത് സ്ത്രീ പള്ളിയിൽ പ്രവേശിക്കുന്നത് ഹറാം എന്നുള്ള നിലക്കാണ്, അത് നിഷിദ്ധമായ കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം അത് ഇസ്ലാമികമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളുമാണല്ലോ നാം പരിശോധിക്കേണ്ടത്. ഖുർആൻ ലോകത്തിലെ വിശ്വാസികൾക്ക് മാതൃകയായി ഉയർത്തിക്കാണിക്കുന്ന ഒരു വനിതയാണ് മറിയം ബീവി. മറിയം ബീവി താമസിച്ചിരുന്നത് തന്നെ, വളർന്നത് തന്നെ പള്ളിക്കുള്ളിലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മറിയം ബീവി ആ പള്ളിയിൽ നടന്നിരുന്ന നമസ്കാരത്തിൽ അവിടെ ആണുങ്ങൾ നമസ്കരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമസ്കരിച്ചിരുന്നു എന്നും ആ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. യാ മറിയമു, ഖുർആൻ മറിയമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാചകം ഉദ്ധരിക്കുന്നുണ്ട്. യാ മറിയമു, അല്ലയോ മറിയം, ഉക്കുനുത്തീലി റബ്ബിക്ക്, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, വസ്തുതി സുജൂദ് ചെയ്യുക, റുക്കൂ ചെയ്യുക. ആ പള്ളിയിൽ റുക്കൂ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മറ്റാളുകളുണ്ടല്ലോ, അവരുടെ കൂടെ തന്നെ നീ റുക്കൂ ചെയ്തു കൊള്ളുക എന്നാണ് മറിയം ബീവിയോട് അള്ളാഹു നിർദ്ദേശിച്ചത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഐ കൂനി മിൻഹും, ആ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീയും ഉൾപ്പെട്ട് കൊള്ളുക എന്നാണ് അർത്ഥം എന്നാണ്.
ഇമാം ബൈലാവി അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് ഉമിറത്ത് മറിയം ബീവിയോട് അള്ളാഹു കൽപ്പിച്ചത് ബിസ്വലാത്ത് ഫിൽ ജമാഅത്തായിട്ട് അവിടെ നമസ്കരിക്കാനായിരുന്നു കൽപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. വിശുദ്ധ ഖുർആൻ ഒരായത്ത് പറയുന്നുണ്ട്, വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി. ഏറ്റവും വലിയ അക്രമി ആരാണ് എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. ആരേക്കാൾ? അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആ പള്ളിയിൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കുന്നത് തടയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ ആരും ആരെയും തടയണ്ട എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇനി ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ഈ വിഷയവുമായി പറഞ്ഞത്? ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇബ്നു ഉമർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅദനകും നിസാഉകും, നിങ്ങളോട് നിങ്ങളുടെ ഭാര്യമാർ സമ്മതം ചോദിച്ചാൽ, ബില്ലൈലി ഇലൽ മസ്ജിദി, രാത്രി നമസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ സമ്മതം ചോദിച്ചാൽ, ഫഅ്ദനൂഹുന്ന, നിങ്ങൾ അവർക്ക് സമ്മതം കൊടുക്കണം എന്ന് റസൂല് സഹാബിമാർക്ക് നിർദ്ദേശിക്കുകയാണ്. ഇദസ്തഅദനകും നിസാഉകും ഇലൽ മസ്ജിദി, ഇനി പകലാണെങ്കിലും പള്ളിയിലേക്ക് എപ്പോൾ സമ്മതം ചോദിച്ചാലും ഫഅ്ദനൂ ലഹുന്ന, നിങ്ങൾ അവർക്ക് സമ്മതം കൊടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ പറയുന്നതായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ ഇങ്ങനെ പറഞ്ഞു, ലാ തംനഉ നിസാഅകും അൽ മസാജിദ, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ പോകുന്നതിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു നിർത്തരുത്. ഇദസ്തഅദനകും ഇലൈഹ, നിങ്ങളോട് അവർ സമ്മതം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് സമ്മതം കൊടുക്കണം എന്നാണ്. റസൂലാണ് ഇത് നിർദ്ദേശിക്കുന്നത്. ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദ്, സ്ത്രീകൾ പള്ളിയിലേക്ക് പോവുക എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആൻ കഴിഞ്ഞാൽ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത്. ഈ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ സ്ത്രീകൾ യഷ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുബ്ഹി നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. മുത്തലഫിആത്തിൻ ബിമുറൂത്തിഹിന്ന, അവർ മൂടിപ്പുതച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് വരിക. സുമ്മയൻഖലിബിന ഇലാ ബുയൂത്തിഹിന്ന, സുബ്ഹി ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ അവർ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകും. ഹീന യഖ്ലീന സ്വലാ ലാ യഗ്രിഫുന്ന അഹദും മിനൽ ഗലസി, അപ്പോഴേക്കും ഇരുട്ട് പോയിട്ടുണ്ടാവുകയില്ല, വെളിച്ചം വെക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ ഇരുട്ട് കാരണം അവരെ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആ സമയത്ത് തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ. ബുഖാരിക്കൊരു വിശദീകരണ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ. ഫത്ഹുൽ ബാരി എന്നാണ് ആ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ പേര്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, വഫിൽ ഹദീസ്, ഈ ഹദീസ് തെളിവാണ്, ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്സലാത്തി സുബ്ഹ്, സുബ്ഹി നമസ്കാരം വല്ലാതെ വൈകാതെ നേരത്തെ നമസ്കരിക്കണം എന്നതിനുള്ള തെളിവാണ് ഈ ഹദീസ്. ഫി അവ്വലിൽ വക്തി, അതിന്റെ ആദ്യ സമയത്ത് തന്നെ. വജവാസു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദ്, എന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോയി നമസ്കരിക്കൽ അനുവദനീയമാണ് എന്നതിനും ഈ ഹദീസ് തെളിവാണ്. ലിശുഹൂദി സ്വലാത്തി ഫിൽ ലൈൽ, രാത്രിയിലുള്ള സുബ്ഹിയും ഇശാവും പോലെയുള്ള നമസ്കാരങ്ങൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാം എന്നതിന് ഇത് തെളിവാണ്. എന്ന് മാത്രമല്ല ഇത് മറ്റൊരു കാര്യത്തിന് കൂടി തെളിവാണ്. വയൂഖദു മിൻഹു ജവാസുഹു ഫിൻ നഹാർ, രാത്രി തന്നെ പോകാം എന്ന് അനുവാദമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പകലിലും അവർക്ക് പോകുന്നത് അനുവദനീയമാണ് എന്നാണ്. ലിഅന്നൽ ലൈല മളിന്നത്തു രീബ, പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളത് ഇരുട്ടിലാണല്ലോ, രാത്രിയാണല്ലോ. അക്സറ മിനൻ നഹാർ, പകലിനേക്കാൾ. ബുഖാരിക്ക് വിശദീകരണം നൽകിക്കൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി വിശദീകരിക്കുന്ന കാര്യമാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. രാത്രിയിലെ നമസ്കാരത്തിൽ ഫർളിൽ മാത്രമല്ല
ഖിയാമുൽ ലൈലിൽ രാത്രി സുന്നത്ത് നമസ്കാരത്തിനും സ്ത്രീകൾ പള്ളിയിൽ ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്ത് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അനസ് ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ഈ ഹദീസ് നിവേദനം ചെയ്തത് ബുഖാരിയും മുസ്ലിമുമാണ്. ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരിക്കൽ റസൂൽ പള്ളിയിലേക്ക് വന്നു. ഫൈദൻ ഹബ്ലും മംദൂദും ബൈന സാരിയത്തൈനി, രണ്ട് തൂണുകൾക്കിടയിൽ അപ്പോൾ ഒരു കയർ കെട്ടിയത് കണ്ടു. ഫഖാല, റസൂൽ ചോദിച്ചു, മാ ഹാദൽ ഹബ്ൽ, എന്തിനാണ് ഇവിടെ ഒരു കയർ കെട്ടിയിരിക്കുന്നത്? കാലു, അവർ പറഞ്ഞു, ഹാദാ ഹബ്ലുൽ ലി സൈനബ്, ഇത് സൈനബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി കെട്ടിയ ഒരു കയറാണ്. അവർ രാത്രി നിന്ന് ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്ന സമയത്ത് ഫൈദാ ഫതറത്ത്, ക്ഷീണം വരുമ്പോ തഅല്ലഖത്ത്, ആ കയറ് പിടിച്ച് നിന്നിട്ടാണ് നമസ്കാരം പൂർത്തിയാക്കുക. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി പറഞ്ഞു, ലാ, അങ്ങനെ വേണ്ട, ഹുല്ലൂഹു, നിങ്ങൾ ആ കയറ് അഴിച്ചിടുക. ലി യുസല്ലി അഹദുക്കും നഷാതഹു, നല്ല ഉന്മേഷമുള്ള ആരോഗ്യമുള്ള രീതിയിലാണ്, ഉന്മേഷമുള്ള സമയത്ത് നിങ്ങൾ നമസ്കരിക്കുക, ക്ഷീണിച്ച് നിൽക്കേണ്ടതില്ല. ഫൈദാ ഫത്ര, ഇനി ക്ഷീണം തോന്നുകയാണെങ്കിൽ ഫൽ യഖഉദ്, ഇരുന്ന് നമസ്കരിച്ചാൽ മതി, അല്ലാതെ ഒരു സ്പെഷ്യലായിട്ട് ഒരു കയറ് കെട്ടിയിട്ട് അതിമ പിടിച്ചെടങ്ങറായി നിന്ന് രാത്രി നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി കെട്ടിയിരുന്ന കയർ പ്രവാചകൻ പള്ളിയിൽ നിന്ന് അഴിപ്പിച്ചു എന്നാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി ഷറഹ് മുസ്ലിമിൽ പറയുന്നത്, വഫീഹി ജവാസു തനഫുൽ ഫിൽ മസ്ജിദി, പള്ളിയിൽ സ്ത്രീകൾക്ക് സുന്നത്ത് നമസ്കരിക്കാൻ അനുവാദമുണ്ട് എന്നതിൻ്റെ രേഖയാണ് ഈ സംഭവം എന്നാണ്. ഫഇന്നഹ കാനത്ത് തുസല്ലി നാഫിലത ഫീഹി ഫലം യുൻകർ അലൈഹ, സുന്നത്ത് അവിടെ വെച്ചായിരുന്നു സൈനബ് നമസ്കരിച്ചിരുന്നത്. പ്രവാചകനോ മറ്റു സഹാബിമാരോ അത് തെറ്റാണ് എന്ന് പറഞ്ഞതിനെ വിലക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. പ്രവാചകൻ പള്ളിയിൽ ഇന്നത്തെ പോലെയല്ല, അന്നത്തെ സൗകര്യങ്ങൾ, കേവലം ഒരു ഹാള് മാത്രമാണ് പ്രവാചകന്റെ കാലത്ത് പള്ളിയുള്ളത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ നിസ്കരിക്കാൻ ഒരു ഹാളാണ്. അതുകൊണ്ട് പ്രവാചകൻ നമസ്കാരിക്കാൻ നിൽക്കുന്നതിന്റെ സെഫ് നിശ്ചയിച്ചു. മുന്നിൽ ആണുങ്ങൾ നിൽക്കണം, ഏറ്റവും പിന്നിൽ പെണ്ണുങ്ങൾ നിൽക്കണം. എന്നിട്ട് പ്രവാചകൻ ഇങ്ങനെ കൂടി പറഞ്ഞു, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹ, ഇങ്ങനെ ഒരേ ഹാളിൽ നിൽക്കുന്ന സമയത്ത് ആണുങ്ങളുടെ ഏറ്റവും ഉത്തമമായ സഫ് എന്ന് പറയുന്നത് ഏറ്റവും ഫ്രണ്ടിലുള്ള സഫാണ്. വാ ഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹ, സ്ത്രീകളുടെ ഏറ്റവും ഉത്തമമായ സഫ് എന്ന് പറയുന്നത് ഏറ്റവും ബാക്കിലുള്ളതുമാണ് എന്ന്. അഥവാ സ്ത്രീകൾ പരമാവധി ബാക്കിലും പുരുഷന്മാർ പരമാവധി പിന്നിലും നിൽക്കുന്ന ഒരു ക്രമം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചിരുന്നു എന്നാണ്. ഇതൊക്കെ ഈ ഹദീസുകളൊന്നും തള്ളിക്കളയാൻ കഴിയാതിരിക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങൾ നടത്താറുള്ളത്. അതുകൊണ്ട് ഫിത്ന ഭയപ്പെടേണ്ടതുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ പോയാൽ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മാത്രമല്ല മറ്റുള്ളവരുമായി ഇടകലരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ദുർവ്യാഖ്യാനം പറയാറുണ്ട്. എന്നാൽ അത് പള്ളിയുടെ കാര്യത്തിൽ മാത്രമാണോ ബാധകം എന്ന് ഈ പറയുന്നവരോടാരും ചോദിക്കാറില്ല എന്നതാണ് സത്യം. മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞ് മദ്രസകളിലേക്ക് എല്ലാ രാത്രിയിലും സ്ത്രീകളെ വിളിച്ചു വരുത്തി അവിടെ ഇരുന്ന് കീർത്തനങ്ങളും അതേപോലെ തന്നെ കാവ്യങ്ങളും ഒക്കെ ചെല്ലാറുണ്ടല്ലോ. അവിടെ ഈ ഇഖ്തിലാത്തും അവിടെ ഈ കൂടിക്കലരലും ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ കഴിയും. ജാറങ്ങളിലേക്ക് സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കാറുണ്ടല്ലോ. ജാറങ്ങളിൽ കാണുന്ന സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടകലരുന്ന സാഹചര്യം ഉണ്ടാവാറില്ലേ? അതിനൊന്നും വിലക്കേർപ്പെടുത്താത്ത ആളുകൾ പള്ളിയുടെ കാര്യത്തിൽ മാത്രം വിലക്കേർപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് വലിയ സൂറത്ത് ഓതണമെന്ന തീരുമാനത്തോടു കൂടി റസൂല് നമസ്കാരം തുടങ്ങും. ഈ സമയത്ത് ചിലപ്പോ പിന്നിൽ നമസ്കരിക്കാൻ കൂടെ വന്ന സ്ത്രീകളുടെ കൂടെ വന്ന കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. അപ്പൊ റസൂല് നിസ്കാരം കുറച്ച് ഓതിക്കൊണ്ട് ചുരുക്കുമെന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. അനസ് ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കാല, റസൂൽ പറഞ്ഞു, ഇന്നീല അദ്ഖുലു ബിസ്സലാത്തി ഫഉരീദു ഇത്താലതഹ, ദീർഘനേരം നിസ്കരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാറുണ്ട്. ഫഅസ്മഉ ബുകാ അസ്സബിയി, അപ്പോഴാണ് പിന്നിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കാറുള്ളത്. ഫഅതജവ്വസു മിമ്മാ അഅലമു മിൻ ശിദ്ദത്തി വജ്ദി ഉമ്മിഹി മിൻ ബുകാഇഹി, ആ കുട്ടി കരഞ്ഞ ആ ഉമ്മാക്ക് പ്രയാസമുണ്ടാകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ നിസ്കാരം വലിയ സൂറത്തോതാതെ ചെറിയ സൂറത്തോതി ചുരുക്കാറുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്.
മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അന്നൊരു ഹാള് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ സലാം വീട്ടിയാൽ പ്രവാചകൻ കുറെ നേരം അവിടെ ഇരിക്കും. എന്തിനു വേണ്ടി? ആദ്യം സ്ത്രീകളോട് പോകാൻ പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ വേഗം പോകട്ടെ എന്ന് കരുതിയിട്ട് ആണുങ്ങളോട് അവിടെ ഇരിക്കാൻ പറയുന്ന സിസ്റ്റമായിരുന്നു അന്ന് പ്രവാചകൻ നടപ്പിലാക്കിയിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ സല്ലമ യംകുതു ഫീ മകാനിഹി യസീറ. റസൂൽ ഇമാമായി നമസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാതെ കുറച്ചു നേരം അവിടെ ഇരിക്കും. ഇബ്നു ശിഹാബ് പറയുന്നു, ഫനറാ വല്ലാഹു അഅലം ലികൈ യൻഫദ മൻ യൻസരിഫു മിനൻ നിസാ. പിന്നിലുള്ള സ്ത്രീകൾ ആദ്യം പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ അങ്ങനെ ഇരുന്നിരുന്നത് എന്ന്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നത്, കാന യുസല്ലിമു ഫയൻസരിഫന നിസാ ഫയദ്ഖുൽന ബുയൂതഹുന്ന മിൻ ഖബ്രി അൻ യൻസരിഫിന. അവർ പെട്ടെന്ന് പോയി അടുത്തുള്ളവരൊക്കെ വീട്ടിലെത്തിയതിനു ശേഷമൊക്കെയാണ് ചിലപ്പോ പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേൽക്കാറുണ്ടായിരുന്നത് എന്ന്. വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അള്ളാഹുവിന്റെ പള്ളിയിൽ റസൂലിന്റെ പിന്നിൽ നമസ്കരിച്ചിരുന്നു സ്ത്രീകൾ എന്നത് ഹദീസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് തെളിവുകളാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നും മക്കയിലും മദീനയിലും ഒക്കെയുള്ള പള്ളികളിൽ സ്ത്രീകൾ ജമാഅത്തിന് കൃത്യമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഞാൻ സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാരെ പോലെ അവർക്കത് നിർബന്ധമായിട്ട് ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ പങ്കെടുക്കുന്നത് അത് പുണ്യകർമ്മമാണ്. അതുകൊണ്ട് അത് പ്രവാചകൻ വിലക്കിയിട്ടില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ സമ്മതം ചോദിച്ചാൽ നിങ്ങൾ നൽകണമെന്ന് പ്രവാചകൻ ഭർത്താക്കന്മാരോട് പറഞ്ഞു. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദുല്ലാഹ്. അള്ളാഹുവിന്റെ അടിമ സ്ത്രീകൾ അഥവാ പെണ്ണുങ്ങൾ നിങ്ങളോട് പള്ളിയിൽ പോകാൻ സമ്മതം ചോദിച്ചാൽ നിങ്ങൾ തടയരുത് എന്നുകൂടി പ്രവാചകൻ പറഞ്ഞത് വളരെ വ്യക്തമായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങളൊക്കെ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് സത്യം. അള്ളാഹു സത്യം മനസ്സിലാക്കി ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി പാലിക്കണമെന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത്, മുസ്ലിം സ്ത്രീക്ക് പള്ളികളിൽ ജുമുഅക്കും ജമാഅത്തിനും പങ്കെടുക്കുന്നത് ഇസ്ലാം വിലക്കിയ ഒരു കാര്യമല്ല, അത് അനുവദിച്ച ഒരു കാര്യമാണ്. ഒരു സ്ത്രീ അതിന് താല്പര്യം പ്രകടിപ്പിച്ചാൽ അത് തടയാൻ പാടില്ല എന്ന് മാത്രമല്ല, ഭർത്താവിനോട് സമ്മതം ചോദിച്ചാൽ അവർക്ക് സമ്മതം കൊടുത്തുകൊള്ളണമെന്ന് പോലും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് ഹദീസുകളിൽ പ്രവാചകന്റെ കാലത്ത് പള്ളികളിൽ സ്ത്രീകൾ വന്ന് നമസ്കരിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ട് പുതിയൊരു കാര്യം പറയലാണ്. അതായത് കാര്യമായി പറയാറുള്ള ഒരു വാദം, അത് ആദ്യകാലത്താണ്, ഇസ്ലാമിന്റെ ആദ്യകാലത്താണ്, അഥവാ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ്, അതിനുശേഷം പോയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയും. ഹിജാബിന്റെ ആയത്ത് എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീ പർദ്ദ ധരിക്കണം, അവരുടെ ശിരോവസ്ത്രം അവരുടെ മാറിടത്തിലേക്ക് കൂടി താഴ്ത്തിയിടണം എന്ന് പറയുന്ന ആയത്താണ്. വൽ യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്ത് ഇറങ്ങുന്നത് ഹിജ്റ 3 എന്നാണ് പ്രബലമായ അഭിപ്രായം. ഹിജ്റ 5 എന്ന് മറ്റു ചില അഭിപ്രായങ്ങളുമുണ്ട്. ഏതായാലും പ്രവാചകൻ മരിച്ചതിന് ശേഷവും പിന്നെ വഹി ഇറങ്ങാനില്ലല്ലോ, പിന്നൊരായത്തിറങ്ങാനില്ലല്ലോ, സ്ത്രീകൾ പള്ളികളിൽ പോയി നമസ്കരിച്ചിരുന്നു എന്നാണ് ആധികാരികമായ എല്ലാ ഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്നു ഹജറുൽ അസ്ഖലാനി ബുഖാരിക്ക് ഷറഹ് എഴുതിയ, വിശദീകരണം എഴുതിയ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പറയുന്നത്, അന്നഹുന്ന അഥവാ പ്രവാചകന്റെ ഭാര്യമാർ കുന്ന യഹ്ജുജ്ന വയത്തുഫ്ന, അവർ ഹജ്ജ് ചെയ്യാൻ പോയിരുന്നു, അവർ തവാഫ് ചെയ്യാൻ പോയിരുന്നു, വയഖ്റുജ്ന ഇലൽ മസാജിദി, പള്ളികളിലേക്ക് നമസ്കരിക്കാനും പോയിരുന്നു. ഫി അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും വബഅദഹു, പ്രവാചകൻ മരിച്ചതിന് ശേഷവും ഇവരൊക്കെ പള്ളിയിലും പോയി നമസ്കരിച്ചിരുന്നു എന്നാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. നമസ്കരിക്കുക മാത്രമല്ല, പള്ളിയിൽ ഇഅ്തികാഫ് പോലും ഇരുന്നിരുന്നു. പ്രവാചകന്റെ കാലത്തും പ്രവാചകന്റെ കാലത്തിന് ശേഷവും
പ്രവാചകന്റെ പത്നിമാരടങ്ങുന്ന പെണ്ണുങ്ങൾ എന്ന് വളരെ വ്യക്തമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇഅ്തികാഫ് വീട്ടിലിരുന്നാൽ ശരിയാവില്ല എന്ന് എല്ലാ ഫിഖ്ഹി ഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതാണ്. അത് പള്ളിയിൽ തന്നെ വേണം ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഇവിടെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ശ്രദ്ധിക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10-ൽ പ്രവാചകൻ എല്ലാ വർഷവും പള്ളിയിൽ ഇഅ്തികാഫിരിക്കും. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് അവസാനത്തെ 10 ദിവസം. ഹത്താ തവഫാഹുല്ലാഹ്, റസൂൽ മരിക്കുന്നത് വരെ അത് തുടർന്നു. സുമ്മ അഅ്തഖഫ അസ്വാജുഹു, റസൂൽ മരിച്ചതിന് ശേഷം പ്രവാചകന്റെ ഭാര്യമാരും റമളാനിലെ അവസാനത്തെ 10-ൽ ഇഅ്തികാഫിരുന്നിരുന്നു. മിൻ ബഅദിഹി, പ്രവാചകൻ മരിച്ചതിന് ശേഷവും. അഥവാ ഹിജാബിന്റെ ആയത്തല്ല, പ്രവാചകൻ തന്നെ മരണപ്പെട്ടതിന് ശേഷവും പള്ളിയിൽ സ്ത്രീകൾ ഇഅ്തികാഫിരുന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് വീടാണ് ഉത്തമം എന്ന് പറയുന്ന ഒരു ദുർബലമായ ഒരു റിപ്പോർട്ടിന്റെ കാര്യം പൊക്കിപ്പിടിച്ചാണ് അവർക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഉത്തമം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം. സത്യത്തിൽ ആ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ ദുർബലമാണ് എന്ന് മാത്രമല്ല, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പ്രവാചകൻ പറഞ്ഞതാണ്. അതിന്റെ തുടക്കം, അതിന് ആ പറയാനൊരു സാഹചര്യമുണ്ട്. പ്രവാചകനോട് സ്ത്രീകൾ വന്ന് പരാതി പറയുകയാണ്, യംനഉന അസ്വാജുന, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് തടയുകയാണ് റസൂലെ എന്ന് പറഞ്ഞപ്പോഴാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് പെർമിഷൻ തരുന്നില്ലെങ്കിൽ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി, അതന്നെ നിങ്ങൾക്ക് ഉത്തമം. ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരേണ്ടതില്ല എന്ന് ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞതാണ്. അതല്ലാതെ അതൊരു പൊതു നിയമമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചതല്ല. പ്രവാചകന്റെ കാലത്തും അതിനുശേഷവും സ്ത്രീകൾ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ശേഷം ഖലീഫയായ വ്യക്തിയല്ലേ. ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ആത്തിക പള്ളിയിൽ സ്ഥിരമായി നമസ്കരിച്ചിരുന്നു എന്ന് മുഴുവൻ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് പള്ളിയിൽ വെച്ച് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അഗ്നി ആരാധകന്റെ കുത്തേറ്റിട്ടാണ്. ആ ജമാഅത്തിൽ പോലും, ആ നമസ്കാരത്തിൽ പോലും അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആത്തിക പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നാം കേൾക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു മഹർ നിയന്ത്രിക്കാൻ ഒരു തീരുമാനം പ്രഖ്യാപിച്ചല്ലോ. സ്ത്രീകൾ വലിയ മഹർ ചോദിച്ച് പുരുഷന്മാർക്ക് അത് നൽകാൻ കഴിയാതെ വിവാഹം പോലും നടത്താൻ കഴിയാത്ത ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടായപ്പോ നിങ്ങളുടെ മഹർ ഞാൻ നിയന്ത്രിക്കും എന്ന് പറഞ്ഞപ്പോ പള്ളിയിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ വലൗ അഅതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറ, നിങ്ങൾ മഹറായി ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ തലാഖ് ചെല്ലുമ്പോൾ അത് തിരിച്ചു വാങ്ങരുത് എന്നല്ലേ ഖുർആൻ പറയുന്നത്. ഒരു കൂമ്പാരം വരെ കൊടുക്കാം മഹറായിട്ട് എന്ന് ഖുർആൻ പറയുമ്പോ അത് നിയന്ത്രിക്കാൻ ഉമറിന് എന്ത് അധികാരമുണ്ട് എന്ന് പള്ളിയിൽ ഉമറിനെ ചോദ്യം ചെയ്തത് ഒരു സ്ത്രീ ആയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അത് തിരുത്തുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന ഒരു സ്ത്രീ നമസ്കരിക്കുന്നത് ഇസ്ലാമികമായി തെറ്റല്ല, അത് അനുവദനീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പള്ളിയിൽ വരുന്നതിനെ തടയുന്നതിനെ കുറിച്ചാണ് ഖുർആൻ സൂറത്ത് ബഖറ 114 പറയുന്നത്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആളുകളെ തടയുന്നവരെക്കാൾ വലിയ അക്രമി മറ്റാരാണ് എന്നാണ് ഖുർആനിന്റെ ചോദ്യം. അൻ യദ്കുറ ഫീ അസ്മുഹു, അള്ളാഹിന്റെ നാമം ആ പള്ളിയിൽ വെച്ച് ഓർക്കാൻ വേണ്ടി, പള്ളിയിലേക്ക് വരാൻ പിഞ്ഞാണം എഴുതിക്കാൻ ചെല്ലാം, അല്ലെങ്കിൽ മന്ത്രി ചോദിക്കാൻ ചെല്ലാം എന്നൊക്കെ പറയുന്ന ആളുകൾ നിസ്കരിക്കാൻ ചെല്ലുന്നത് തെറ്റായി കാണുന്നുവെങ്കിൽ ഇവിടെ അള്ളാഹ് പറയുന്നത് അൻ യദ്കുറ ഫീ ഹസ്മുല്ലാഹ്, അള്ളാഹുവിന്റെ നാമം ആ പള്ളിയിൽ വെച്ച് ഓർക്കുന്നതിനെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? വസഅഫി ഖറാബിഹ, ആ പള്ളിയുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? ഉലൈക മാ കാന ലഹും യദ്ഖുലുഹ ഇല്ലാ ഖായിഫീൻ, അത്തരം ആളുകൾക്ക് ആ പള്ളിയിൽ പേടിയോടുകൂടിയല്ലാതെ കടക്കാൻ പോലും കഴിയില്ല. ലഹും ഫിദ്ദുനിയ ഖിസ്യുൻ, അത്തരം ആളുകൾക്ക് ഈ ലോകത്ത് തന്നെ അപമാനമുണ്ടായിരിക്കും. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അളീം, പരലോകത്ത് അവർക്ക് വലിയ ശിക്ഷവും ഉണ്ടായിരിക്കുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും മുസ്ലിം സ്ത്രീക്ക് അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് നമസ്കരിക്കുന്നതിന് ഇസ്ലാം വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അത് ആവശ്യമെങ്കിൽ അനുവദിക്കപ്പെട്ടതാണ് എന്നുള്ള വളരെ ലളിതമായ ഒരു യാഥാർത്ഥ്യം നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അവന്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി ജീവിക്കുന്ന
സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ വന്ന തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരന്മാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ, എല്ലാവരുടെയും പാപങ്ങൾ പൂർണ്ണമായും നീ പുറത്ത് മാപ്പാക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിലെ എല്ലാ തരത്തിലുള്ള രോഗമുള്ളവരുടെയും രോഗങ്ങൾ നീ ശിഫിയാക്കണമേ റബ്ബേ. അള്ളാഹുവെ, എല്ലാ തരം പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ഏവരെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, വിവിധ പ്രദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആശ്വാസമേകണേ റബ്ബേ. അല്ലാഹുമ്മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹാജാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.